പ്രിയ സുഹൃത്തുക്കളെ, ഇറ്റലി ട്രാവൽ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ കാണുന്ന ടിക്കറ്റ് ഉപയോഗിച്ച് നമുക്ക് ഒരു മാസത്തേക്ക് ഇവിടെയുള്ള ബസ്, അതുപോലെ തന്നെ ട്രാം, അതുപോലെ മെട്രോയിൽ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ്. എല്ലാ ബസ്സുകളിലും ഇത്തരത്തിലുള്ള സ്കാനിങ് മെഷീനുകളുണ്ടായിരിക്കും. നമ്മൾ എടുക്കുന്ന ടിക്കറ്റുകൾ ഈ മെഷീനിൽ സ്കാൻ ചെയ്തിട്ട് വേണം യാത്ര ചെയ്യാൻ വേണ്ടത്. അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സ്കാൻ ചെയ്യാതെ ഒരിക്കലും യാത്ര ചെയ്യാൻ പാടില്ല. ചെക്കിങ്ങിൽ പിടിച്ചു കഴിഞ്ഞാൽ നമ്മൾ വലിയ ഫൈൻ അടയ്ക്കേണ്ടി വരും. നമ്മൾ ബസ് കയറാൻ കാത്തു നിൽക്കുന്ന ബസ് സ്റ്റോപ്പുകൾ ഇത്തരത്തിലുള്ള ബോർഡുകൾ എല്ലാ ബസ് സ്റ്റോപ്പിലും ഉണ്ടായിരിക്കും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ചിട്ടുള്ള പൂർണ്ണമായിട്ടുള്ള വിവരങ്ങൾ ആ ബോർഡിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടാകും. ഇത്തരം നമ്പറുകളായിരിക്കും എല്ലാ സ്ഥലങ്ങൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട് വെച്ചിരിക്കുന്നത്. ആ നമ്പറുകളിൽ കൃത്യമായിട്ട് താഴെ എവിടെയെല്ലാം ബസ് നിർത്തും എന്നതിനുള്ള സ്റ്റോപ്പുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ താഴെ വേസ്റ്റ് ഇടുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം വേസ്റ്റ് ബോക്സുകളും ഉണ്ടായിരിക്കും. ഈ വേസ്റ്റ് ബോക്സിൽ വേണം നമ്മൾ വേസ്റ്റ് നിക്ഷേപിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ പോകുന്ന സ്ഥലത്തെക്കുറിച്ചുള്ള ബോർഡ് ഇതാണ്. ബസ്സിൽ കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ക്യാമറകളുണ്ടായിരിക്കും. പിന്നെ നമ്മൾ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ബസ്സിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ടുള്ള സീറ്റുകൾ, ഇതുപോലെ ഡോറാണ്. പുറകുവശത്തും ഇത്തരത്തിലുള്ള ഡോറുകളുണ്ടായിരിക്കും. ഈ ഡോർ തുറന്നിട്ടാണ് പുറത്തേക്ക് പോകുന്നത്. അതുപോലെ ഈ സൈഡിൽ ആൾക്കാർക്ക് പിടിക്കുന്നതിനുള്ള പ്രത്യേക തരത്തിലുള്ള പിടി കാര്യങ്ങൾ ഉണ്ടാവും. വളരെ മനോഹരമായിട്ടാണ് ഇതൊക്കെ ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഈ താഴത്തേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു വേസ്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. അതുപോലെ സീറ്റിൻ്റെ സൈഡിൽ ചാർജ് ചെയ്യുന്നതിനുള്ള പ്രത്യേക സൗകര്യമുണ്ട്. നമ്മൾക്ക് ഇറങ്ങേണ്ട സ്റ്റോപ്പുകൾ ഇത്തരത്തിൽ ബോർഡിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ ചാർജുകൾക്കൊപ്പം തന്നെ ഈ ബസ്സിൽ കാണുന്ന വേറൊരു കാര്യമാണ് ഈ മുകളിൽ കൊടുത്തിരിക്കുന്നത്. ഈ പെട്ടെന്നുള്ള എമർജൻസി എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്, ഗ്ലാസ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള എമർജൻസി ടൂളുകളും ഓരോ സീറ്റിൻ്റെ മുകളിൽ വെച്ചിട്ടുണ്ട്. ബസ്സിൻ്റെ മുൻവശത്തേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്തരത്തിൽ ബോർഡുകളുണ്ടാകും. നമ്മൾ പോകുന്ന സ്ഥലങ്ങളെക്കുറിച്ച് അതിനകത്ത് എഴുതി കാണിച്ചുകൊണ്ടിരിക്കും. ഇതാണ് ഇവിടുത്തെ ഒരു ബസ്സിൻ്റെ പൂർണ്ണമായിട്ടുള്ള ഒരു രൂപം. അടുത്ത് നമ്മൾ കാണുന്നുണ്ട് 787 എന്ന് പറയുന്നത് ഒരു സ്ഥലത്തേക്ക് പോകേണ്ട നമ്പറാണ്. അതുപോലെ തന്നെ അതിൽ എഴുതി കാണിച്ചുകൊണ്ടിരിക്കുന്നത് ആ സ്ഥലമാണ്. നമ്മൾക്ക് ഈ ബസ് പൂർണ്ണമായിട്ട് ഒന്ന് നമുക്ക് കാണാം. ഡ്രൈവർ ഇരിക്കുന്നത് നമ്മുടെ നാട്ടിലെ പോലെയല്ല, ഇടത് സൈഡിലാണ് ഡ്രൈവർ ഇരിക്കുന്നത്. ഡ്രൈവിംഗ് സീറ്റിംഗ് രീതി അങ്ങനെയാണ്. പുറവശത്തു നിന്നുള്ള കാഴ്ചകളാണ് നമുക്ക് ഈ കാണുന്നത്. ഇതിലൂടെയും അകത്ത് പ്രവേശിക്കാം, അതുപോലെ തന്നെ പുറകിലത്തെ സ്ഥലത്തൂടെയും അകത്ത് പ്രവേശിക്കുന്നു എന്നതാണ്. ബസ്സിൻ്റെ ബാക്ക് സൈഡ് എന്ന് പറയുന്നത് ഇതാണ്. ബസ് പോകുന്ന റോഡ് സൈഡുകളിൽ ഇത്തരത്തിൽ സൈക്കിളിന് പോകുന്നതിന് വേണ്ടിയിട്ട് പ്രത്യേക പാതകളുണ്ടായിരിക്കും. സൈക്കിൾ പോകുന്നതിന് വേണ്ടിയിട്ടുള്ള പാതകളിൽ ഇത്തരത്തിൽ ചിത്രങ്ങൾ വരച്ചു വെച്ചിട്ടുണ്ടാകും. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ സൈഡിൽ ആളുകൾക്ക് നടന്നു പോകുന്ന വഴികളുമുണ്ട്. അതിൻ്റെ തൊട്ടിപ്പുറത്ത് തന്നെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യുന്നതിനുള്ള പ്രത്യേക ലൈനൊക്കെ വരച്ചിട്ട് വളരെ മനോഹരമായിട്ട് തയ്യാറാക്കിയിട്ടുണ്ട്. ഇതാണ് സൈക്കിൾ പാത. ഈ സൈക്കിൾ പാതയിലൂടെ നിരന്തരമായിട്ട് ആളുകൾ സൈക്കിൾ ഓടിച്ച് പോകുന്നതായിട്ട് നമുക്ക് കാണാം. നമ്മൾ അങ്ങോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ പറ്റുന്ന ഒന്നാണ് ഈ സൈക്കിളുകൾ റീചാർജ് ചെയ്ത് ഉപയോഗിച്ച് പോകുന്ന തരത്തിലുള്ള ചെറിയ സൈക്കിളുകളും അവിടെ നമുക്ക് കാണാൻ പറ്റും. ഇതാണ് അത്തരത്തിലുള്ള സൈക്കിളുകൾ. ഇത് ചാർജ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന സൈക്കിളുകളാണ്. ഇതെടുത്ത് നമുക്ക് ഈ സൈക്കിൾ പാതയിലൂടെ എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാവുന്നതാണ്. ഇത് അതിൻ്റെ സ്വിച്ച് കാര്യങ്ങളൊക്കെയാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു സൈക്കിളാണ് ഇത് കാണുന്നത്. അതുപോലെ തന്നെ
ഇപ്പുറത്ത് സൈക്കിളിൽ ആൾക്കാർ പോകുന്നുണ്ട്. ഇതിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിലും കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ നന്നായിരിക്കും. ഇത് സൈക്കിളിൻ്റെ ഓരോ ഭാഗങ്ങളാണ്, സ്കാൻ ചെയ്ത് ഉപയോഗിക്കുന്ന കാര്യങ്ങളും അതുപോലെ മൊബൈൽ വെക്കേണ്ട സംഭവങ്ങളും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് തന്നെയുണ്ട്. ഈ വലത് സൈഡിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ വാഹനങ്ങൾക്ക് പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രത്യേക രീതിയിൽ ക്രമീകരിച്ചിട്ടുണ്ട്. ആ വരച്ചിരിക്കുന്ന വരയിൽ തന്നെയാണ് വാഹനങ്ങൾ പാർക്ക് ചെയ്തിരിക്കുന്നത്. സൈക്കിളിൽ ആൾക്കാരിങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. പ്രിയ സുഹൃത്തുക്കളെ, നമ്മൾ ഈ കാണുന്ന ബസ്, നീല നിറത്തിലുള്ള ബസ് കൂടുതലും റോമിൽ നിന്ന്, ഇറ്റലിയിലെ റോമിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് പോകുന്ന തരത്തിലുള്ള ബസ്സുകളാണ് ഈ നീല നിറത്തിൽ കാണുന്നത്. ഈ നീല നിറത്തിലുള്ള ബസ്സുകൾ പാർക്ക് ചെയ്യുന്ന ഒരു ബസ് സ്റ്റാൻഡിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഈ സ്ഥലങ്ങൾ റോമിൽ നിന്നും കുറച്ച് അകലെയായിട്ടുള്ള ഒരു സ്ഥലമാണ്. ആ സ്ഥലത്തെ ബസ് സ്റ്റോപ്പിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. വളരെ മനോഹരമായിട്ട് ഇവിടെ പാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് ദൂരെ പോകുന്ന ബസ്. ആ ബസ്സിൻ്റെ മുകളിൽ തന്നെ പോകുന്ന സ്ഥലത്തെക്കുറിച്ച് വ്യക്തമായിട്ട് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ സൈഡിലൂടെ കയറുന്നതിന് വേണ്ടിയിട്ടുള്ള വാതിലാണ്. അതേപോലെ തന്നെ അതിൻ്റെ നടുവശത്തും ആൾക്കാർക്ക് കയറുന്നതിനുള്ള സൗകര്യം ഉണ്ട്. അങ്ങനെ ആ ബസ് നമ്മുടെ മുമ്പിൽ കൂടി പോയിക്കൊണ്ടിരിക്കുന്നതാണ്. വേറൊരു കാര്യമെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ എടുത്ത കാർഡ് ഉപയോഗിച്ച് ഈ ബസ്സുകളിൽ നമുക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. ഇതിന് പ്രത്യേകത തന്നെ നമ്മൾ ഒരു ടിക്കറ്റ് എടുത്ത് വേണം ഈ യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട്. ഇത്തരത്തിൽ ഇതേപോലെ ബോർഡുകൾ എല്ലാ സ്ഥലങ്ങളിലും വെച്ചിട്ടുണ്ട്. ഇവിടെ കൃത്യമായിട്ട് ആ ബോർഡുകളിൽ സ്ഥലങ്ങൾ എഴുതി കാണിക്കും. ആ എഴുതി കാണിച്ച് പോകുന്ന സ്ഥലത്തേക്ക് നമുക്കത് വായിച്ച് നോക്കിയിട്ട് നേരെ ബസ്സിൽ കയറാവുന്നതാണ്. വളരെ മനോഹരമായിട്ടുള്ള ഒരു ബസ്സാണ് ഈ കാണുന്നത്. ഞാൻ സംസാരിക്കുന്ന സമയത്ത് ചെറിയ ചെറിയ മിസ്റ്റേക്കുകൾ വരും, എന്നോട് ക്ഷമിക്കണം. ഞാൻ എൻ്റെ അറിവിൽ വെച്ചിട്ടാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഈ കാര്യങ്ങളൊക്കെ പറയുന്നത്. മലയാളത്തിൽ ചെറിയ വ്യാകരണ മിസ്റ്റേക്കുകളും കാര്യങ്ങളെല്ലാം വരും. എന്തായാലും അടുത്ത വീഡിയോയിലൊക്കെ ഞാനത് മാറ്റിയെടുക്കാൻ വേണ്ടി ശ്രമിക്കാം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ വളരെ വൃത്തിയായിട്ടാണ് ഈ ബസ് സ്റ്റാൻഡും പരിസരവും എല്ലാം സൂക്ഷിച്ചിരിക്കുന്നത്. ഇതിപ്പം ഞാൻ ആ ബസ്സിലേക്ക് കയറുകയാണ്. ഇത്തരത്തിൽ ഒരു കാർഡ് ഞാൻ എടുത്തിട്ടുണ്ട്. നേരത്തെ എൻ്റെ കയ്യിലുള്ള കാർഡല്ല ഇത്. ഉൾഗ്രാമങ്ങളിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വേറെ ടിക്കറ്റ് എടുക്കണം. വേറെ ടിക്കറ്റ് എടുത്തിട്ട് വേണം നമ്മൾ ഈ ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട്. ഈ നീല ബസ്സിൻ്റെ ഉൾവശമാണ് ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് സീറ്റും കാര്യങ്ങളും എല്ലാം ക്രമീകരിച്ചിരിക്കുന്നത്. ബസ്സിൻ്റെ ഉൾവശത്ത് തന്നെ ബസ്സിൻ്റെ സർവീസിനെ കുറിച്ചിട്ട് പ്രതിപാദിച്ചുകൊണ്ട് ഇത്തരത്തിൽ ബോർഡുകൾ കാണും. അതിൽ എന്തൊക്കെ സർവീസുകൾ ഈ ബസ്സിൽ കൊടുക്കുന്നുണ്ട് എന്നൊക്കെയാണ് അതിലേക്ക് എഴുതി വച്ചിരിക്കുന്നത്. അതുപോലെ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ അതിനകത്തുണ്ട്. ഇതിൻ്റെ സീറ്റിൻ്റെ അടിയിലൊക്കെ ചാർജ് ചെയ്യുന്നതിനുള്ള സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. നേരത്തെ പറഞ്ഞതുപോലെ ഈ മെഷീനിൽ വേണം നമ്മൾ സ്കാൻ ചെയ്തിട്ട് വേണം പ്രവേശിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ എടുക്കുന്ന ടിക്കറ്റുകൾ നിർബന്ധമായിട്ടും സ്കാൻ ചെയ്യണം. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മുകളിൽ സ്ഥലങ്ങൾ എഴുതി കാണിക്കുന്നതിന് വേണ്ടിയിട്ടും ഒരു ബോർഡുണ്ട്. സമയം കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ പുറത്തെ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്കൊന്ന് യാത്ര ചെയ്യാം. കൂടാതെ പ്രായമുള്ള ആൾക്കാർക്കും അംഗവൈകല്യമുള്ള ആൾക്കാർക്കും യാത്ര ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബസ്സിലൊരു പ്രത്യേക സ്ഥലം ക്രമീകരിച്ചിട്ടുണ്ട്. അവർക്ക് പിടിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കൈയും പിടിക്കേണ്ട സ്റ്റാൻഡ് കാര്യങ്ങളെല്ലാം ഉണ്ട്. വീൽ ചെയറിൽ കൊണ്ടുവരുവാണെങ്കിൽ ഇവിടെ സൈഡിലേക്ക് വയ്ക്കാവുന്നതാണ്. നേരത്തെ കാണിക്കുന്ന പോലെ തന്നെ വളരെ വൃത്തിയായിട്ട് തന്നെയാണ് ഈ ബസ്സൊക്കെ ഉപയോഗിക്കുന്നത്. ഒരു പൊടിയോ കാര്യങ്ങളോ ഒന്നുമില്ല. നമ്മൾ ഗ്രാമങ്ങളിലേക്ക് പോകുമ്പോൾ ഗ്രാമങ്ങളിലെ കാഴ്ചകൾ ഇത്തരത്തിലാണ്. വളരെ പച്ചപ്പ് നിറഞ്ഞ സ്ഥലങ്ങളാണ്. നമുക്ക് ആ കാഴ്ചകൾ കണ്ടുകൊണ്ട് നമുക്ക് യാത്ര ചെയ്യാം.
വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ ബസ് സ്റ്റാൻഡുകൾ ഈ കാണുന്ന തരത്തിലാണ്. മെട്രോ സ്റ്റേഷനുകളുമായിട്ട് തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡുകളും ക്രമീകരിച്ചിരിക്കുന്നത്. ആളുകൾ ടിക്കറ്റൊക്കെ എടുത്ത് ഉള്ളിലോട്ട് പ്രവേശിക്കുകയാണ്. മെട്രോ ഇതാണ്. മെട്രോയുടെ തൊട്ടടുത്ത് തന്നെയാണ് ബസ് സ്റ്റാൻഡ് കാണുന്നത്. നമുക്ക് നോക്കാം, കാഴ്ചയിലേക്ക് നമുക്ക് നോക്കാം. മെട്രോ ഇറങ്ങിയതിന് ശേഷം ബസ് കയറി പോകാൻ വേണ്ടിയിട്ട് വളരെ സൗകര്യമായിരിക്കും. നമ്മളങ്ങനെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെ പോയി കഴിയുമ്പോൾ അവിടുത്തെ ചില ഗ്രാമങ്ങളിലെ കാഴ്ചകളാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇറ്റലിയിലെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നിങ്ങൾക്ക് മുമ്പിൽ ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം പ്രതീക്ഷിച്ചുകൊള്ളുന്നു.